10 മണി കഴിഞ്ഞ് പോലീസ് വന്ന് വളരെ കർക്കശമായിട്ട് നിർബന്ധപൂർവ്വം പരിപാടി നിർത്തിവെക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് കേരളത്തിലുള്ളത്. നിറകണ്ണുകളോടെ ഈ ചായവുമായിട്ട് പുറത്തു പോകേണ്ടുന്നൊരു അവസ്ഥയാണ് ഇന്ന് കേരളത്തിലെ സ്റ്റേജ് കലാകാരന്മാരുടെ അവസ്ഥ. ഉപാധികളോടെ മൈക്ക് ഉപയോഗിക്കാനുള്ള അനുവാദം ഞങ്ങൾക്ക് തരണമെന്നാണ് ഗവൺമെൻറ്റിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. കേരളത്തിലെ ആയിരക്കണക്കിന് വരുന്ന കലാകാരന്മാർ ഇന്ന് സെക്രട്ടേറിയറ്റിന് മുൻപിൽ എത്തിയിരിക്കുകയാണ്. കാരണം എന്തെന്നാൽ ഇവരുടെ ആവശ്യം എന്തെന്നാൽ അതായത് രാത്രികാലങ്ങളിൽ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്ന മൈക്ക് അത് ആ ഒരു തീരുമാനം പിൻവലിക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ആർട്ടിസ്റ്റ് ഏജൻറ്റ് കോർഡിനേഷൻ കമ്മിറ്റി അതായത് AAC ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഭാരവാഹിയായ മധു ഇപ്പോൾ നമ്മളോട് പ്രതികരിക്കുകയാണ്. ഈ AACC എന്ന് പറഞ്ഞാൽ കേരളത്തിലെ 22 കലാസംഘടനകളുടെ ഒരു കൂട്ടായ്മയാണ്. അതിൻ്റെ നേതൃത്വത്തിലാണ് ഇന്ന് ഈ സമരം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇത് പ്രധാനമായിട്ട് ഇതിനകത്തോട് ഞങ്ങൾ ഉന്നയിക്കുന്നത് 10 മണി കഴിഞ്ഞിട്ട് പരിപാടി അവതരിപ്പിക്കാൻ ഇപ്പോൾ അവസരമില്ല. രാത്രി 10 മണി കഴിഞ്ഞിട്ട് മൈക്ക് നിരോധനം മൂലം പോലീസ് വന്ന് പരിപാടി തടസ്സപ്പെടുത്തുന്നു, നിർത്തിവെക്കുന്നു. 10 മണി ക്ഷേത്ര ചടങ്ങ് കഴിഞ്ഞിട്ട് 10 മണിക്ക് അവസാനിക്കുന്ന രീതിയിൽ കേരളത്തിൻ്റെ ഒരു ഭാഗത്തും പരിപാടി നടത്താനായിട്ട് സാധിക്കില്ല. സുപ്രീം കോടതിയിൽ ഒരു വിധിയുണ്ട്, പക്ഷേ ആ സുപ്രീം കോടതി വിധി നമുക്ക് പ്രതികൂലമല്ല. അതിനകത്ത് സംസ്ഥാന ഗവൺമെൻറ്റിന് തീരുമാനമെടുക്കാൻ പറ്റുന്ന വ്യവസ്ഥകൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ 10 മണി കഴിഞ്ഞ് പോലീസ് വന്ന് വളരെ കർക്കശമായിട്ട് നിർബന്ധപൂർവ്വം പരിപാടി നിർത്തിവെക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് കേരളത്തിലുള്ളത്. കേരളത്തിലെ സ്റ്റേജ് കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ പ്രതിഫലം മാത്രമല്ല, ഒരു നടൻ ചായം തേച്ച് അവൻ വേഷമിട്ട് സ്റ്റേജിൽ കയറിക്കഴിഞ്ഞാൽ ആ കഥാപാത്രം പൂർത്തിയാക്കുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യം. പക്ഷേ പകുതി വെച്ച് ഈ നാടകം നിർത്തിച്ച് അല്ലെങ്കിൽ കലാപരിപാടി നിർത്തിച്ച് നിറകണ്ണുകളോടെ ഈ ചായവുമായിട്ട് പുറത്തു പോകേണ്ടുന്നൊരു അവസ്ഥയാണ് ഇന്ന് കേരളത്തിലെ സ്റ്റേജ് കലാകാരന്മാരുടെ അവസ്ഥ. കേരളത്തിൽ ആയിരക്കണക്കിന് കുടുംബങ്ങൾ ഇതുകൊണ്ടാണ് ജീവിക്കുന്നത്. കേരളത്തിൽ 5 മാസമാണ് ഉത്സവകാലം എന്ന് പറയുന്നത്. ഈ 5 മാസം കൊണ്ട് കിട്ടുന്ന വരുമാനമാണ് ഒരു വർഷത്തെ കലാകാരൻ്റെ കുടുംബത്തിൻ്റെ ജീവിത മാർഗം എന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് ആ തൊഴിൽ ചെയ്യാനുള്ള അവസരം നിഷേധിക്കുന്നു. ഇത് സർക്കാരാണ് ഇടപെടേണ്ടത്. സർക്കാരിന് ഇതിന് പരിഹാരം കണ്ടെത്താനായിട്ട് സാധിക്കും. പലതവണ മുഖ്യമന്ത്രിയുടെ മുന്നിലും സാംസ്കാരിക വകുപ്പിൻ്റെ മുന്നിലും ഒക്കെ ഈ പ്രശ്നം ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇന്ന് വരെ ഇതിനൊരു പരിഹാരം കാണാനായിട്ട് സാധിച്ചിട്ടില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും ഇന്ന് മുഖ്യമന്ത്രിയെ കാണുന്നുണ്ട്, സാംസ്കാരിക മന്ത്രിയെ കാണുന്നുണ്ട്. ഈ സൂചനാ സമരം ഇവിടെ സംഘടിപ്പിച്ചത് അതിൻ്റെ സാഹചര്യത്തിലാണ്. കേരളത്തിൻ്റെ വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെയുള്ള സംഘടനാ പ്രതിനിധികൾ ഈ പരിപാടിയിൽ ഇന്ന് പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത്, കലാകാരന്മാർക്ക് ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണം, തൊഴിൽ ചെയ്യാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കണം. ഇത് മാത്രമാണ്, ഈ തൊഴിൽ ആണ് ഞങ്ങളുടെ ഉപജീവന മാർഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ക്ഷേത്ര പരിസരത്ത് ഓഡിറ്റോറിയങ്ങൾ തന്നെ കോമ്പൗണ്ടിൽ മാത്രം കേൾക്കുന്ന രീതിയിൽ ഉപാധികളോടെ 10 മണി കഴിഞ്ഞ് രാത്രി 10 മണി കഴിഞ്ഞ് മൈക്ക് ഉപയോഗിക്കാനുള്ള ഒരു അവസരം സർക്കാർ ഉണ്ടാക്കി തരണം. അതാണ് ഈ സമരത്തിലൂടെ ഞങ്ങൾ ഉന്നയിക്കുന്നത്. സർക്കാരുമായി ഇതിനു മുമ്പ് ചർച്ചകൾ നടന്നിരുന്നു. സർക്കാരുമായിട്ട് മുഖ്യമന്ത്രിയുടെ നവകേരള യാത്രയിൽ എല്ലാ ജില്ലയിലും ഇത് സംബന്ധിച്ച് ഞങ്ങൾ നിവേദനം കൊടുത്തു. അവിടെ കോടതി ഉത്തരവാണ് എന്നുള്ള മറുപടിയാണ് നമുക്ക് അവിടെ നിന്ന് ലഭിച്ചത്. പക്ഷേ കോടതി ഉത്തരവിനെ പോലും മറികടക്കാൻ നിയമസഭ എന്ന് പറയുന്ന നിയമനിർമ്മാണ സഭകളാണ്. ഇതൊരു 12 മണി വരെ ഉപാധികളോടെ ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിൽ മാത്രം കേൾക്കുന്ന രീതിയിൽ സർക്കാരിന് അനുവദിക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ. മാത്രമല്ല, ഈ ക്ഷേത്ര കോമ്പൗണ്ടുകൾ ക്ഷേത്രത്തിൻ്റെ ഓഡിറ്റോറിയങ്ങളായി പരിഗണിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാനായിട്ട് സാധിക്കും. കാരണം ഓഡിറ്റോറിയത്തിൽ ഈ മൈക്കിൻ്റെ സാങ്ഷൻ്റെ പ്രശ്നം വരുന്നില്ല. പുറത്ത് ഔട്ട് കട്ട് ചെയ്തിട്ട് രാത്രി 10 മണിക്ക് ഈ ഓഡിറ്റോറിയത്തിൽ ഈ ക്ഷേത്ര പരിസരത്ത് മാത്രം കേൾക്കുന്ന, അവിടെ കൂടിയ ആ പ്രേക്ഷകർക്ക് കേൾക്കത്തക്ക രീതിയിൽ മാത്രം മൈക്ക് ഉപയോഗിക്കാനുള്ള ഒരു അവസരം തരണമെന്നാണ് ഈ സമരത്തിലൂടെ ഞങ്ങൾ പറയുന്നത്. ഇതൊരു സൂചനാ സമരമാണ്. ഇതിന് പരിഹാരം കണ്ടില്ലെങ്കിൽ കലാകാരന്മാർ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ അനിശ്ചിതകാല സമരം ആരംഭിക്കും എന്നുള്ളൊരു മുന്നറിയിപ്പും ഈ സമരത്തിലൂടെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. സർക്കാർ കോടതി വിധിയാണ്, ഹൈക്കോടതി വിധിയാണ് എന്നാണ് അതേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഹൈക്കോടതി വിധി അങ്ങനെ ഉണ്ടെങ്കിൽ പോലും അപ്പോൾ നമുക്കറിയാം, നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞാൽ വിവിധത നിലനിൽക്കുന്ന രാജ്യമാണ്. എല്ലാ സ്ഥലത്തും ഒരു നിയമം നടപ്പിലാക്കാനായിട്ട് സാധിക്കില്ല.
ഒരു നിയമസഭയിൽ ഒരു അമെൻമെൻറ്റ് കൊണ്ടുവന്നിട്ട് ഇതിന് പരിഹാരം കാണാൻ ഗവൺമെൻറ് വിചാരിച്ചാൽ സാധിക്കുന്ന കാര്യമുള്ളൂ. അതുകൊണ്ട് ഒരു 12 മണി വരെ ഉപാധികളോടെ മൈക്ക് ഉപയോഗിക്കാനുള്ള അനുവാദം ഞങ്ങൾക്ക് തരണമെന്നാണ് ഗവൺമെൻറ്റിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങൾ 22 കലാസംഘടനകൾ വിവിധ ഇപ്പം നാടകം, നൃത്തനാടകം, മാജിക്ക്, നാടൻപാട്ട്, ഗാനമേള, നാടകം, അങ്ങനെയുള്ള എല്ലാ വിഭാഗങ്ങൾക്കും സംഘടനയുണ്ട്. അങ്ങനെ 22 കലാസംഘടനകളുടെ ഒരു കൂട്ടായ്മയാണ് AICC. അതിൻ്റെ പ്രതിനിധികൾ മാത്രമാണ്, ഭാരവാഹികൾ മാത്രമാണ് ഇന്ന് ഈ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ളത്.